വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ ശാലിനിയോട് ആകെ എങ്ങോട്ട് തട്ടിക്കയറുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയും സ്നേഹം എന്തിനാണ് സത്യാമ്മയാണെങ്കിൽ കുഞ്ഞേച്ചിയോടും സത്യയോടും കാണിക്കുന്നത്? പൂജാമുറിയിലിരുന്ന വിഗ്രഹത്തോടൊപ്പമാണല്ലോ സത്യാമ്മയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞേച്ചിയെ കാണുന്നത്. വെട്ടും കുത്തും ഒക്കെ ആയിട്ട് കുഞ്ഞേച്ചിയെ കണ്ടാൽ വെട്ടും കുത്തും ഒക്കെ നടന്ന സത്യാമ്മ എന്തിനെങ്ങനെ ഒരു കോമാളി വേഷം ഇപ്പം കെട്ടുന്നത്? ഇത്രയും സ്നേഹം എന്തിനാ? എൻ്റെ പപ്പിമോൾക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് സത്യമോൾക്കുള്ളതും കുഞ്ഞേച്ചിക്ക് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്യാമേ, നീ പഴയതൊന്നും മറന്ന് പ്രവർത്തിക്കരുത്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്ന് അറിയാതെ വളരെ സ്നേഹത്തോടെ കഴിയുകയല്ലേ? കുഞ്ഞുങ്ങൾക്കിടയിൽ വിഷം കുത്തിവെച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു വേർതിരിവ് എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് കുഞ്ഞേച്ചി കേട്ടിട്ടില്ലേ? അതിവിടെ ആ ഒരു പഴഞ്ചൊല്ലിവിടെ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും ഞാൻ. അമ്മായിമ്മയും മരുമോളും കൂടി എന്നെ അതിനും ഉദരിപ്പിക്കരുത്. ഞാനാണെങ്കിൽ ഇങ്ങനെ സാഹചര്യം ഇനിയും മുന്നോട്ട് പോയാൽ പഴയ സത്യങ്ങൾ മൂടി വെച്ച സത്യങ്ങളൊക്കെ ഞാനങ്ങോട്ട് വിളിച്ചു പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹവും വെഞ്ചാമൃതം വീശലും പിന്നെ സ്വർണ്ണക്കിണ്ടിയിൽ വെള്ളം തരലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറുകയും ചെയ്യും. കുഞ്ഞേച്ചിയോട് അത്രയ്ക്ക് വെറുപ്പ് സത്യാമ്മയ്ക്കുണ്ടാവും. അതുകൊണ്ട് എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ശ്യാമ പിന്നെ ശാലിനി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ശാലിനിക്ക് ഇതൊന്നും മനസ്സിലാവാതെ ശാലിനി ഇങ്ങനെ ഒന്നും പറയാനാകാതെ നിൽക്കുന്നുണ്ട്. അതായത് ശാലിനിയോട് ആ ഒരു സ്നേഹം ശാലിനിയോട് സത്യയോട് സ്നേഹം കാണിക്കുന്നത് ഒരു തരത്തിൽ ശ്യാമയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ശ്യാമ അത് ആലോചിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. തൻ്റെ മകൻ്റെ മകളാണ് എന്നുള്ളതെന്നൊക്കെ. പക്ഷേ പഴയ സത്യാമ്മയല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു കോമാളിയായിട്ടാണ് സത്യാമ്മ ഇങ്ങനെ ഇപ്പോൾ കാട്ടുന്നത്. എന്നെ കാണിക്കാനാണോ അത് എൻ്റെ മോളെ കാണിക്കാനാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ്. ശാലിനിക്ക് തിരിച്ചൊന്നും പറയാനും സാധിക്കുന്നില്ല. അത്രയും പറഞ്ഞ് ഞാൻ എല്ലാവരോടും സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ കുഞ്ഞേച്ചി പുറത്താവും, എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അങ്ങകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലെ ശരദമ്മ ഗോപാലകൃഷ്ണൻ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ കടയിലെ കണക്ക് വിവരങ്ങളൊക്കെ എഴുതുകയാണ്. ഓരോരുത്തർക്ക് പൈസ കൊടുത്തതൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ചിലവ് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കി വയ്ക്കുന്നതിനൊക്കെ 1-2 രൂപ കൂട്ടി എഴുതാം, അല്ലാതെ നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലും വലിയ ചിലവാണ് വരുന്നതെന്ന് ശരദമ്മ പറയുന്നുണ്ട്. 3-ാം മാസമാണ് ഇപ്പോൾ ശാരിയയ്ക്ക്. സ്കാനിങ് ഒക്കെ ഉണ്ട്, ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയുകയാണ്. അന്നേരം രാജീവിനോടും കൂടി ഒന്ന് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തിനാ, അവളുടെ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അവരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അന്നേരം അവളുടെ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല. പിന്നെയാണ് അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കാര്യം. നമ്മുടെ കൊച്ചിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിക്ക് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയുകയാണ്. അവൻ്റെ അറിവോടുകൂടിയൊക്കെ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, അല്ലാതെ ഒന്നും ആയില്ല എന്ന് പറയുമ്പോൾ, എന്നാലും അവിടെ പോയൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആരോട് സംസാരിക്കാനാണ്? അവളുടെ വിജയലക്ഷ്മിയോടോ അതോ അമ്മാവനോടോ? സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് അവനൊന്ന് ഫോൺ വിളിക്കുകയെങ്കിലും ചെയ്യണ്ടേ? ഈ സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹമല്ലേ വേണ്ട എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദമ്മ കളിയാക്കുകയാണ്. ഓ, അതൊക്കെ അറിയാമല്ലോ, ഗോപാലേട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ എൻ്റെ 3 മക്കളെ പ്രസവിച്ച ഗോപാലേട്ടൻ എവിടെയായിരുന്നു? നാടുമില്ല, നാട്ടുകാരും ഇല്ല, നടക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണന് ചെറുതായിട്ടൊരു ചമ്മൽ വരുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ് എന്തായാലും ഞാൻ അവിടം വരെ പോയെന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു, വന്ന് കഴിഞ്ഞിട്ടാവാം ബാക്കി എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ഭാമയുടെ വീട്ടിൽ പിന്നെ ശ്യാമയാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ഭാമ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഇഡലിക്കുള്ള ചമ്മന്തി ഇതുവരെ അരച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി എന്ന് പറയുകയാണ്. അന്നേരം അവർക്ക് ജോലിക്ക് പോകണ്ടേ? വിഷ്ണുവിനും ശാലിനിക്കും ചോറൊക്കെ കൊടുത്തു വിടണ്ടേ? അപ്പോൾ അതിൻ്റേതായ രീതിക്ക് പറഞ്ഞു വിടണ്ടേ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അന്നേരം ഞാനെന്ത് ചെയ്യാനാ സത്യമേ? ഓരോന്നായിട്ടല്ലേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകേണ്ടവരൊന്ന് ഇറങ്ങി വരണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് സാരമില്ല, നീ അങ്ങോട്ട് ചെയ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭാമയാണെങ്കിൽ ഇഡലിയും ചമ്മന്തിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് പൊന്നു ചേച്ചി വരത്തുമില്ല, ഇതിപ്പോൾ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ശ്യാമ പിന്നെയും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്ന് പ്ലേറ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, അമ്മയെ വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം നീ ഇരുന്ന് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി വരുമ്പോൾ ഇരിക്കും മോളെ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിക്ക് ഇഡലി എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറികളായിട്ടില്ല, ചോറും കൊണ്ടേ പോകാവൂ, പിന്നെ മുളകരച്ച ചമ്മന്തിയാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ. അന്നേരം പിന്നെ കറികൾ ആവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കാറെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അത്
അത് എന്തൊക്കെ എണ്ണയിലാണ് അവരുണ്ടാക്കുന്നതെന്നും പറയാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഞാനിപ്പോൾ വരാം എന്ന് പറയുന്നുണ്ട്. സത്യാമ്മ അടുക്കളയിലേക്ക് പോവുകയാണ്. അന്നേരം തട്ടിക്കോ അമ്മയമ്മ മനുവൾക്കുണ്ടായ സ്പെഷ്യൽ ഐറ്റമാണ്, എന്താ ഒരു സ്നേഹം എന്നൊക്കെ വിഷ്ണു കളിയാക്കുകയാണ്. അന്നേരം ശ്യാമ ഇതൊക്കെ കേട്ടുകൊണ്ട് മനസ്സിൽ കരുതുകയാണ്, പിന്നെ സത്യാമ്മയുടെ സ്വന്തം അച്ചിലായിട്ട് എണ്ണയല്ലേ ഉണ്ടാക്കുന്നത്, ഈ സ്നേഹം കാണുമ്പോൾ ഈ സൂപ്പീര് കാണുമ്പോഴാണ് തള്ളവിരൽ മുതൽ അങ്ങോട്ട് പെരുത്ത് കയറുന്നത്, എവിടെ കൊണ്ട് എത്തിക്കുമോ, ഇതിലും ഭേദം പാളയിൽ കിടത്തി ഇഡലിയും ചമ്മന്തിയും കോരി കൊടുക്കുന്നതായിരുന്നു എന്നൊക്കെ ശ്യാമ കൊണ്ട് മനസ്സിൽ കരുതുകയാണ്. ചെന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് പിന്നെ സത്യാമ്മയാണെങ്കിൽ അച്ചാർ എവിടെയും ചോദിക്കുമ്പോൾ ഫ്രിഡ്ജിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതും എടുത്തുകൊണ്ട് സത്യാമ്മ വരികയാണ്. അങ്ങനെ ഇരുമ്പുളി അച്ചാർ ഇടട്ടെന്ന് പറഞ്ഞ് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൂടി ചമ്മന്തി എന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ വരുന്നുണ്ട്. അന്നേരം അച്ഛൻ ഇരിക്കുമെന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കഴിയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ കഴുകി വെച്ച് അച്ഛൻ ഇങ്ങോട്ട് ഇരിക്കുമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഇത്തിരി ചമ്മന്തി എനിക്കിവിടെ തരുമെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുക. അന്നേരം നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ, എടുത്ത് തരാൻ തന്നെ അതിനെ സമയം കാണുമെന്ന് പറഞ്ഞ് പാത്രത്തോടെ വിഷ്ണുവിൻ്റെ മുമ്പിലേക്ക് നീട്ടി വെച്ച് കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു പറയണം, എടുത്ത് കഴിച്ചല്ലേ പറ്റൂ, ഞാനൊരു ഡ്രൈവറായി പോയില്ലേ എന്ന്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എടാ മോനെ, നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം പോലും കിട്ടില്ല, എനിക്കൊരു ജോലി ഇല്ലാതെ നടക്കുകയില്ലേ എന്ന് പറയുമ്പോൾ അവരങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ശാലിനിക്കും ചിരി വരുന്നുണ്ട്, ഈ സത്യാമ്മയുടെ ഇതൊക്കെ വിഷ്ണുവിൻ്റെ ആ സ്നേഹമൊക്കെ കണ്ടിട്ടൊക്കെ പറയുമ്പോഴും. അതിനുശേഷമാണെങ്കിൽ ഭാമ വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ്. ചോറും കറികളൊക്കെ എടുത്ത് പാത്രത്തിൽ വെക്കാൻ പറഞ്ഞിട്ടാണ് ശ്യാമയോട് പറഞ്ഞിട്ടാണ് സത്യാമ്മ വന്നത്. ചെല്ലുമ്പോൾ ശ്യാമ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നേരം എൻ്റെ ശ്യാമ, നീ ഇതുവരെ എടുത്ത് വെച്ചില്ലേ, വീട്ടിൽ നിൽക്കുന്ന നമ്മളല്ലേ വൃത്തിയായിട്ടൊക്കെ കൊടുത്ത് വിട്ടേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എടുത്ത് വെക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പോകാൻ സമയം, പെട്ടെന്ന് എടുത്ത് വയ്ക്കുമെന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് രാവിലെ പോകേണ്ട സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ അതിന് പോകണം, അപ്പോൾ കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഭാമ വീണ്ടും ചെന്ന് പറയുന്നുണ്ട്, കറികളൊക്കെ എടുക്കുന്നേ ഉള്ളൂ, ചോറും കൊണ്ടേ പോകാവുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഭാമ എനിക്കൊരു ചായ കിട്ടുമോ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ കൂടെ ദേഷ്യപ്പെടുകയാണ്, എൻ്റെ രാഘവേട്ട ഇപ്പോൾ തീ ചവിട്ടി മനുഷ്യൻ ഓരോ ജോലി ചെയ്യുന്ന കണ്ടിട്ടില്ല, അതിൻ്റെ ഇടയിലെ രാഘവേട്ടൻ്റെ ഒരു ചായ, ഇവർക്ക് ഓഫീസിൽ പോകണ്ടല്ലേ, ചോറൊക്കെ കൊടുത്തു വിടണ്ടേ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ഭാമയെ ഞാനൊരു ഒഴുക്കം മട്ടിലങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ, നീ കാര്യമാക്കണ്ട, 2 ഇഡലി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മതി എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഇരുന്നങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, മനുഷ്യരിവിടെ ജോലി ചെയ്യുന്ന കണ്ടില്ലേ, അവർക്ക് പോണ്ടേന്നൊക്കെ വീണ്ടും ഭാമ അങ്ങോട്ട് പറയുമ്പോൾ വിഷ്ണുവും ചിരിക്കുന്നുണ്ട്, ശാലിനിയും ചിരിക്കുകയാണ്, രാഘവൻ നായർ അങ്ങ് ചിരിക്കുന്നുണ്ട്. മതി, ഞാനൊന്നും പറഞ്ഞില്ലേ ചോദിച്ചില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഭാമ വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, കണ്ടില്ലേ പിന്നെ അച്ഛനും അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അന്നേരം ഗതി കെട്ട പുലി ഇഡലിയും തിന്നും എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഇഡലിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. തുടർന്ന് ഭാമ വീണ്ടും അടുക്കളയിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, ക്യാബേജ് തോര ഇതുവരെ റെഡി ആയില്ലേ? അന്നേരം ഇതിൻ്റെ പച്ചച്ചവ് പാറണമെങ്കിൽ കുറച്ചുകൂടി അടുപ്പിൽ കിടക്കണം, സമയം വേണമെന്ന് പറയുകയാണ്. അന്നേരം അവർ പോകാൻ റെഡിയായി, നീ അത് പാത്രത്തിലേക്ക് ഇട്, ഇനിയിപ്പോൾ മാറാത്ത പച്ചച്ചവ, ഇനി അത് മാറാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാമ പാത്രമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോറൊക്കെ റെഡിയാക്കുകയാണ്. അതെല്ലാം അവർ ലഞ്ച് ബോക്സിലാക്കിയിട്ട് ഭാമയാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. 2 പേർക്കുള്ള ചോറുണ്ട്, മുഴുവൻ കഴിക്കണം, പാഴാക്കി കളയരുതെന്ന് പറയുമ്പോൾ സത്യാമ്മ ഇതൊക്കെ ഇരട്ടി പണിയാണെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പണിയെടുത്താൽ എന്താ, വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു രാഘവൻ നായരും ഒക്കെ അടക്കി പിടിച്ചുകൊണ്ട് ചിരിക്കുകയാണ് ഭാമയ്ക്ക് ശാലിനിയോടുള്ള സ്നേഹം കണ്ടിട്ട്. എന്നിട്ട് ശാലിനി വീണ്ടും കഴിച്ചു തീർന്നപ്പോൾ ഒരു ഇഡലി കൂടി എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തു വെച്ച് കൊടുക്കുകയാണ്. അന്നേരം വേണ്ട എന്ന് പറയുമെങ്കിൽ അതുകൂടി കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ശാലിനിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. അന്നേരം വിഷ്ണുവും രാഘവൻ നായരും ഇങ്ങനെ പരസ്പരം മുഖത്തോട് നോക്കി ഇങ്ങ് ചിരിക്കുകയാണ്. പക്ഷേ ശാലിനിയെ മാത്രമേ സത്യഭാമ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ, മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കുന്നില്ല. നേരത്തെ ചോറെടുക്കാനായിട്ട് പോയപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട്, രാഘവേട്ടന് ചായ ഇട്ട് വെച്ചേക്കണേ, കുറേ നേരമായി ചോദിക്കുന്നു എന്ന്. അതൊക്കെ കേട്ടുമ്പോൾ ശ്യാമയാണെങ്കിൽ ആകെ അങ്ങോട്ട് പെരുത്ത് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ശാലിനി വിഷ്ണുവൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം അടുക്കളയിലേക്ക് വരികയാണ്. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി മോളെന്നും പറഞ്ഞ് അവിടേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ എടുക്കുന്ന അച്ഛാന്നും പറഞ്ഞിട്ട് ശ്യാമ ചായ എടുത്ത് രാഘവൻ നായർക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം എന്തൊക്കെയാണ് അച്ഛൻ ഇവിടെ സംഭവിക്കുന്നത്, സത്യാമ്മ ഇത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിഷ്ണുവേട്ടനെ അതേ കുഞ്ഞേച്ചിയോ, എന്തായാലും കാണുന്നവർക്ക് നോക്കിച്ചിരിക്കാനൊരു കാരണമായി എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ അതിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഭാമ ഇങ്ങനെ അടുക്കളയിലേക്ക് വരികയാണ്. അന്നേരം ശ്യാമ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം അവർ ഓഫീസിൽ പോയ ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ ചോദിക്കുന്നുണ്ട്, എന്തോ ഭാമേ നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്, അവർ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ കെട്ടിപ്പൊഴിഞ്ഞ് വിടുന്നത്, ഈ കാണിക്കുന്നതൊക്കെ സ്നേഹം തന്നെയാണ്, അത് സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണോ, എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ, പിന്നെ രാവണനായിട്ട് എല്ലാ കാലത്തും ഇരുന്നാലും സാധിക്കില്ലല്ലോ, കുറച്ചു കാലം രാവണൻ കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ശ്യാമ വരികയാണ്.
അന്നേരം ശ്യാമ പറയുന്നുണ്ട് ഈ മാറ്റമൊന്നും ഒരു നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറ്റമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു, ഇത് ആരുടെയും ഇതിന് നല്ലതല്ല, എന്തോ ഒരു ദോഷം വരാൻ പോകുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ശ്യാമയും പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ മനസ്സിൽ കരുതുകയാണ്, കലികാലത്തിന് യുദ്ധം ഉണ്ടാകുമെന്ന് മൃഗങ്ങൾ തമ്മിൽ മാത്രമാകുമെന്ന് കേട്ടിട്ടുണ്ട്, ഇനി അതങ്ങാനും ഉണ്ടാകുമോ ഈശ്വര എന്നൊക്കെ രാഘവൻ നായർ ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരികയും ശാരദാമ്മയും പിന്നെ കുറുപ്പേട്ടനും കുറുപ്പ് സാറും ശങ്കരേട്ടനും ഒക്കെ ഉണ്ട്. അന്നേരം ഒരാൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയാൾ വാരി വലിച്ചൊക്കെയാണ് കഴിക്കുന്നത്. അന്നേരം കറി വിളമ്പ് വെച്ചെന്നൊക്കെ ശാരികയോട് പറയുന്നുണ്ട്. ഇനി ദോശ ആര് കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വെള്ളം ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു വൃത്തിയില്ലാത്ത രീതിക്കൊക്കെ ആ ഭക്ഷണമൊക്കെ ഇരുന്നങ്ങോട്ട് കഴിക്കുകയും കൈ ഇങ്ങനെ നക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുറുപ്പ് സാർ ഇങ്ങനെ ആരാൻ ചോദിക്കുമ്പോൾ അറിയില്ലേ, നാട്ടിലുള്ളതല്ല പുറം നാട്ടിലുള്ളതാണെന്നൊക്കെ ഇങ്ങനെ ശങ്കരേട്ടനും ശാരദാമ്മയും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ചായയൊക്കെ ഒറ്റ വരിക്ക് അതങ്ങോട്ട് കുടിക്കുകയാണ്. ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി ആർക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം കൈയൊക്കെ കഴുകുന്ന ആ രീതി പോലും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഒരു വൃത്തിയില്ലാത്ത രീതി. അത് കഴിഞ്ഞ് അയാളങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അതെ 110 എന്ന് പറയുന്നുണ്ട്. അന്നേരം 110 എന്തെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭക്ഷണം കഴിച്ചതിൻ്റെ കാശ് എന്ന് പറയുമ്പോൾ, അതെ ഞാനേ ഗോപാലകൃഷ്ണൻ്റെ സുഹൃത്താണ്, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പേര് വേലായുധം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ അവിടെ നിന്ന് പുകവലിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പുകയുടെ സ്മെല്ലൊക്കെ എല്ലാവരും ഇങ്ങനെ തട്ടി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളാരും ആയിക്കോട്ടെ, ഗോപാലകൃഷ്ണൻ്റെ സുഹൃത്ത് ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഭക്ഷണം കഴിച്ചതിന് കാശ് കൊടുക്കണമല്ലോ എന്ന് പറയുമ്പോൾ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാറിനെ ഇങ്ങനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനെ വിളിക്കുക, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ, വിളിക്കുക, ഞാൻ ഗോപാലകൃഷ്ണനോട് സംസാരിക്കും, കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വേലായുധനാണെങ്കിൽ ഹോട്ടലിൻ്റെ ഉമ്മറപ്പടി തന്നെ ഇരുന്ന് വീണ്ടും അങ്ങോട്ട് പോയിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയോട് ശാരിക പറയുന്നുണ്ട്, നിങ്ങൾ ഗോപാലകൃഷ്ണനെ അച്ഛനെ വിളിക്കുക എന്ന് പറയുമ്പോൾ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണനെ വിളിക്കുക, ഗോപാലകൃഷ്ണൻ വിചാരിച്ചാലേ ഇത് ഇവിടെ നിന്ന് പറിച്ചു കളയാനായിട്ട് സാധിക്കില്ല, ഏതോ കാട്ടുവള്ളിയാണെന്നൊക്കെ ഇങ്ങനെ ശങ്കരേട്ടനും പറയുന്നുണ്ട്. തുടർന്ന് എവിടെയാന്ന് വെച്ചാൽ വിളിക്കുക എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അമ്മ അച്ഛനെ വിളിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ പറയുമ്പോൾ ഞാൻ കൂടെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് ശാരിക ഒന്നുകൂടി വിളിക്കുകയാണ്. ഈ സമയം അയാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ വരട്ടെ, എന്നെ അറിയില്ല, വേലായുധനെ അറിയില്ല, ഞാൻ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ വരുമ്പോൾ ഇനി മനസ്സിലാവും ഇയാളുമായിട്ട് എന്ത് ഏർപ്പാടാണ് ഗോപാലകൃഷ്ണനുള്ളതെന്ന്. അങ്ങനെ ചിലപ്പോൾ മിക്കവാറും ആ നസീറിൻ്റെ കേസിലുണ്ടായ എന്തെങ്കിലും ആയിരിക്കാം, അത് ആയിരിക്കാം. ഗോപാലകൃഷ്ണൻ ചിലപ്പോൾ ഇയാളെ കാണുമ്പോൾ പേടിക്കുകയോ ഇനി പൈസ കിട്ടാത്തത് കൊണ്ട് ഇനി തിരക്കി വരുന്നതൊക്കെ ആയിരിക്കാം. എന്താണെന്ന് അടുത്ത എപ്പിസോഡ് നോക്കാം. അതേസമയം അവിടെ ശ്യാമയും ഒരു സത്യഭാമ അങ്ങനെ കാണിക്കുന്നതിലൊക്കെ സംശയമൊക്കെ പറയുന്നു, അതും എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.